ഹായ് ഹലോ. ഇന്ന് ഞാനുള്ളത് നമ്മുടെ അടുത്തുള്ള വലപ്പാട് ഞാറ്റുവേല ചന്തയിലാണ് കേട്ടോ. ഇവിടെ പരിപാടി നടക്കുന്ന കാരണം ഞാൻ പറയണമെന്ന് കേൾക്കൂല. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഈ ഞാറ്റുവേല ചന്തയിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നമുക്ക് അത് കാണാട്ടോ. അങ്ങനെ നമ്മുടെ ഞാറ്റുവേല ചന്ത വലപ്പാട് ആരംഭിച്ചു കേട്ടോ. ജൂലൈ 2-ാം തീയതിയാണ് വലപ്പാട് ഞാറ്റുവേല ആരംഭിക്കുന്നത്. നമുക്ക് വൈകുന്നേരം ഇരുന്ന് ഉദ്ഘാടനം കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റാളിൽ എല്ലാം നമ്മുടെ പ്രൊഡക്ട്സുകളെല്ലാം കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ കുറേ കടകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ഓപ്പോസിറ്റ് ചെടികളും വളങ്ങളും ചെടിച്ചട്ടികളൊക്കെ ആയിട്ടുള്ള ഷോപ്പാണ്. പിന്നെ ഇവിടെ പരിപാടികൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രസംഗവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉദ്ഘാടനമല്ലേ, അപ്പം അതിൻ്റെതായ പ്രസംഗവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സുകളും എൻ്റെ നെറ്റിപ്പട്ടം അങ്ങനെ കുറേ പ്രൊഡക്ട്സുകൾ, ഹെർബൽ പ്രൊഡക്ട്സുകളൊക്കെ നമ്മൾ അവിടെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ നമുക്ക് ഇവിടുത്തെ സ്റ്റാളിലെ വിശേഷങ്ങൾ നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് കാണാട്ടെ. അങ്ങനെ ഇവിടെ സ്റ്റേജിൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചു നേരം കണ്ടു നോക്കിയാലോ. ഞാറ്റുവേല ചന്തയെ ബാധിക്കുമോ എന്നൊരാശങ്ക ആദ്യമായി കൂടിയ മീറ്റിംഗിൽ ഉണ്ടായി. അങ്ങനെ പ്രസംഗമൊക്കെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറി നമുക്ക് എല്ലാ കടകളും ഒന്ന് മാറി മാറി കണ്ടിട്ട് വരട്ടെ. ഇതെൻ്റെ നെറ്റിപ്പട്ടങ്ങളൊക്കെ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാ. പിന്നെ നമുക്ക് നമ്മുടെ ഓരോ ഐറ്റംസുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളുടെ കൂടെ ഉള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും വന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഇത് നമ്മുടെ ശ്രീദേവിയുടെ പ്രോഡക്ട്സ് ആണ്, എലനോറയുടെ പ്രോഡക്ട്സ് ആണ് കേട്ടോ. നല്ല ടാൻ മാറാനുള്ള സോപ്പ്, ഹെയർ ഓയില്, അങ്ങനെ പലതരം പ്രൊഡക്ട്സുകളുണ്ട്. കൺമഷി അടക്കമുണ്ട് കേട്ടോ. ലിപ് ബാം, കൺമഷി, ഇതൊക്കെ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. പിന്നെ ഓണത്തിൻ്റെ ഇതായതുകൊണ്ട് നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ നമ്മൾ സ്റ്റാളിലോട്ട് കൊണ്ടുവന്നിട്ട് കേട്ടോ. അങ്ങനെ എല്ലാം അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ചുറ്റി നടന്ന എല്ലാ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരും ഇത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പരിചയപ്പെടുന്നവരുണ്ട് കുറേ പേര്. അങ്ങനെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടും കുറച്ച് ഒരു പരിചയക്കുറവ് നമുക്കുണ്ട്. അത് നമ്മൾ അടുത്ത പ്രാവശ്യം പരിഹരിക്കുന്നതാണ്. അത് കുറേ കടകളുണ്ട്, പലതരത്തിലുള്ള കടകളുണ്ട്. അതേ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, കത്തി, ചട്ടി, പാത്രങ്ങൾ എല്ലാനും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുടുംബശ്രീക്കാരുടെ ഫുഡ് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കീ ചെയിനുകൾ, വള, മാല, കമ്മൽ, ഒരു ഉത്സവപ്പാടത്ത് പോയ ഫീല് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ സ്റ്റാളിൽ അത്ര അധികം ആൾക്കാരുണ്ട് ഇവിടെ. അടിപൊളി, ഇവിടെ വാങ്ങണം കേട്ടോ. ഞാനിപ്പോ വാങ്ങിട്ട് വിളിച്ചതാ. അടിപൊളി സാധനം, സൂപ്പർ, രക്ഷയില്ല. എല്ലാവരും രക്ഷയില്ല കേട്ടോ. ഉണ്ടാകുന്ന ഉണ്ടാകുന്ന തന്നെ അതിൽ നല്ല സാധനം രക്ഷയില്ല. ഓ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ആ ചേട്ടൻ വന്ന് നമുക്കൊരു ആ ഒരു ഫുഡിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നേട്ടാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ചേട്ടൻ്റെ പെരുമാറ്റം. നല്ലൊരു പെരുമാറ്റമായിരുന്നു. പിന്നെ നമ്മുടെ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടെന്നൊക്കെ വന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്താ ഇവിടെ പരിപാടി? ഇവിടെ സ്റ്റാളുകൾ മാത്രമല്ല, വ്യാപാര വ്യവസായികളുടെയൊക്കെ കൂപ്പൺസുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് സമ്മാന കൂപ്പണുകളുണ്ട്. അവിടെ എല്ലാവർക്കും വേണ്ടി അവിടെ നമുക്ക് വിതരണം ചെയ്യാം. ഒരു ഗാനമേള നമുക്ക് കേട്ടോ. കവിത പാടും തീരം
നല്ലൊരു ഗാനമേള കഴിഞ്ഞപ്പോ തന്നെ ദേ സമ്മാന ജ്യോതിഷാണ് വിതരണം നമ്മൾ ചെയ്യാൻ ആദ്യ തുടങ്ങിയിട്ട് വിജയിയുടെ അവര് ദേ അത് നമ്മുടെ നറുക്കെടുത്തുള്ളത്. ബോക്സിന്ന് ആളെ തെരഞ്ഞെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വിന്നർ പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ സമ്മാനം നല്ലൊരു കിട്ടിയ കൈയ്യടി ആളെ കൊടുക്കണം. അവര് അനൗൺസ് ചെയ്യാൻ സജി പോവേണ്ട. ഫോൺ നമ്പർ 9746581477. സജി സ്ഥലത്തുണ്ടോ? സജി സജി ഇവിടെ ഇല്ല. നമ്മുടെ ആ ഒരു നോട്ട് ആസ്വാദകമാണ്. അടുത്ത ആളെടുക്കാണ്. ബിജി ബാബു. ബിജി ബാബു ഉണ്ടോ? ബിജി ബാബു. ബിജി ബാബു ഉണ്ടോ? നല്ലൊരു കൈയ്യടി കൊടുക്കാം. 059785. നല്ലൊരു കൈയ്യടി കൊടുക്കാട്ടോ. നമ്മുടെ ഇന്ന് ഇവിടെ നറുക്കെടുത്തതിൽ ആദ്യത്തെ വിജയാണ്. അപ്പൊ 4 മനോഹരമായ ഗിഫ്റ്റുകളാണ് നമ്മുടെ അവിടെ വ്യാപാരി വ്യവസായി സമിതി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സ്നേഹപൂർവ്വം വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ദേ ഈ ചേച്ചിക്കാണ് നമുക്ക് സമ്മാനം കിട്ടിയേക്കുന്നത്. ആളില്ലെങ്കിൽ തെരഞ്ഞെടുക്കണ സമയത്ത് ആളില്ലെങ്കിൽ ഇവിടെ സമ്മാനം കൊടുക്കൂല. ഉള്ളവർക്ക് മാത്രമേ ഇവിടെ കൊടുക്കുള്ളൂ. ആദ്യ നറുക്കെടുപ്പിൽ വിജയി ചേച്ചിക്കാണ് കിട്ടിയത്. ബിജി ബാബുവിനുള്ള സമ്മാനം നൽകുകയാണ്. 0026 കറക്റ്റാണ്. ബിജി ബാബു. നല്ലൊരു കൈയ്യടി കൊടുക്കാം. പ്രിയമുള്ള വ്യാപാരി വ്യവസായി ഉണ്ട്. ദേ ആ ഒരു സമ്മാനം കഴിഞ്ഞപ്പോ ദേ അടുത്ത കൂപ്പണുകൾ എഴുതാൻ തുടങ്ങിയിട്ടാ. ഓരോ മണിക്കൂർ ഇടവിട്ട് ഇവര് പുതിയ കൂപ്പണുകൾ എഴുതി അത് ഇങ്ങനെ സമ്മാനം നൽകിയിട്ട് പിന്നെ ഇങ്ങനെ ഇവര് തുടങ്ങേണ്ട. ദേ നല്ല മഴ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ രാത്രിയായി. രാത്രി ഒരു 8 മണി 9 മണി ആ ഒരു നേരമൊക്കെ ആയിട്ടാ ഞങ്ങളിപ്പോ ഇത് പോവാനുള്ള സമയത്തിൽ നിൽക്കണം. എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് ഡേ ആയിട്ട് നാളെ വരാട്ടാ. അപ്പോൾ ബൈ.